എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ എങ്ങനെയുണ്ടായി? എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറുമൊരു ശാസ്ത്ര ചോദ്യമല്ല കേട്ടോ. നമ്മുടെയെല്ലാം നിലനിൽപ്പിന്റെ അർത്ഥം തേടുന്ന ഒരു വലിയ പ്രപഞ്ച രഹസ്യമാണ്. അതിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ വളരെ ലളിതമായൊരു ചോദ്യത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം ജീവൻ നിലനിൽക്കാൻ വേണ്ടി ആരോ കൃത്യമായി ഉണ്ടാക്കി വെച്ചതുപോലെ കാണപ്പെടുന്നത്? ഈ ചോദ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഫൈൻ ട്യൂണിംഗ് അഥവാ സൂക്ഷ്മമായ ക്രമീകരണം എന്താണെന്നറിയണം. ഇത് ശരിക്കും ഒരു പഴയ റേഡിയോ ഒരു പ്രത്യേക സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യുന്നതുപോലെയാണ്. ആ നോബ് ഒരിത്തിരി മാറിയാൽ പിന്നെ സംഗീതമില്ല, ബഹളം മാത്രം. അതുപോലെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒരു തലനാരിഴയുടെ മാറ്റം വന്നിരുന്നെങ്കിൽ നമ്മളാരും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ ഈ പറയുന്ന ക്രമീകരണം എത്രത്തോളം അത്ഭുതകരമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമ്മുടെയൊക്കെ നിലനിൽപ്പ് ഒരു നൂൽപാലത്തിലാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ജീവനെന്ന് പറയുന്നത് ഒരുതരം കോസ്മിക് പാചകക്കുറിപ്പ് പോലെയാണ്. അതിലെ ഓരോ ചേരുവയും കൃത്യമായ അളവിലായിരിക്കണം. ഉദാഹരണത്തിന് ഗുരുത്വാകർഷണ ബലം അതൊരു ഇത്തിരി കുറവായിരുന്നെങ്കിൽ നക്ഷത്രങ്ങളോ ഗാലക്സികളോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇനി അണുകേന്ദ്രങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ആ ശക്തി അതൊന്നും മാറിയിരുന്നെങ്കിലോ ജീവന്റെ അടിസ്ഥാനമായ കാർബൺ തന്നെ ഉണ്ടാവുമായിരുന്നില്ല. ഓരോന്നും അത്രയ്ക്ക് കൃത്യമാണ്. അപ്പോൾ ഇങ്ങനെയൊരു ക്രമീകരണം യാദൃശ്ചികമായി സംഭവിക്കാനുള്ള സാധ്യത എത്രയുണ്ടെന്നറിയണ്ടേ? നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. 1ൽ 10 ശേഷം 123 പൂജ്യങ്ങൾ വരുന്ന അത്രയും വലിയൊരു സംഖ്യയിൽ 1. അതായത് ഇത് വെറുമൊരു ലോട്ടറി അടിക്കുന്ന പോലെയല്ല. ലോകത്തുള്ള എല്ലാ മണൽത്തരിയിലും ഓരോ ലോട്ടറി ടിക്കറ്റ് വെച്ച് അതിൽ ഒരെണ്ണത്തിൽ മാത്രം സമ്മാനം വെച്ചാൽ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ അത് തിരഞ്ഞെടുക്കുന്നത് പോലെയാണിത്. അത്രയും അവിശ്വസനീയമായൊരു സാധ്യത. പ്രപഞ്ചത്തിന്റെ ഈയൊരു കൃത്യത ഇത് ശരിക്കും ഒരു വലിയ ചോദ്യചിഹ്നമാണ് അല്ലേ? ഒരുപക്ഷേ ഇതിന്റെയൊക്കെ ഉത്തരം തേടാൻ നമ്മൾ ആകാശത്തേക്കും നക്ഷത്രങ്ങളിലേക്കും മാത്രം നോക്കിയാൽ പോരാ. ചിലപ്പോ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടാകും. അവിടെയും ചില സൂചനകളുണ്ട്. അപ്പോ ശരി, നമുക്ക് അടുത്ത വലിയ രഹസ്യത്തിലേക്ക് കിടക്കാം. അതാണ് നമ്മുടെ ഉള്ളിലെ ആ ധാർമ്മിക ദിശാസൂചി. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് നമുക്കെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇമ്മാനുവൽ കാന്റിനെ പോലുള്ള വലിയ ചിന്തകരൊക്കെ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേക വിലയുണ്ട്, ഒരു അന്തസ്സുണ്ട്. അവരെ വെറും ഉപകരണങ്ങളെപ്പോലെ കാണരുത് എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരറിവുണ്ട്. എവിടെ നിന്നാണ് ഈ തോന്നൽ വരുന്നത്? മനുഷ്യന്റെ ചരിത്രം നോക്കിയാൽ ഈ ഒരു ധാർമ്മിക ബോധത്തിന് ഒരു അടിത്തറ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ലോകമെമ്പാടുമുള്ള മതങ്ങളായാലും തത്വചിന്തകളായാലും എല്ലാം ഈ ശരി തെറ്റുകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന് ഒരു വിശദീകരണം കൊടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. അപ്പോൾ നോക്കൂ, നമ്മുടെ മുന്നിലിപ്പോൾ 2 വലിയ സൂചനകളുണ്ട്. 1, ജീവനുവേണ്ടി കൃത്യമായി ട്യൂൺ ചെയ്ത പോലത്തെ ഒരു പ്രപഞ്ചം. 2, നമ്മുടെ ഉള്ളിലെ ഈ ശരി തെറ്റുകളെക്കുറിച്ചുള്ള ബോധം. ഈ 2 രഹസ്യങ്ങളെയും ഒരുമിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായും 3 വിശദീകരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഡിവൈൻ ഡിസൈൻ അഥവാ ദൈവിക രൂപകൽപ്പന. വളരെ ലളിതമാണ്. ഈ പ്രപഞ്ചത്തെയും അതിലെ ധാർമ്മിക നിയമങ്ങളെയും ഒരു ബുദ്ധികേന്ദ്രം ബോധപൂർവം ഉണ്ടാക്കി എന്ന് ഈ വാദം പറയുന്നു. രണ്ടാമത്തേത് മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ ബഹുപ്രപഞ്ചം. ഇത് പറയുന്നതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കോടാനുകൂടി പ്രപഞ്ചങ്ങളുണ്ട്. അതിൽ യാദൃശ്ചികമായി ഒന്നിൽ മാത്രം ജീവന് വേണ്ട സാഹചര്യങ്ങൾ ഒത്തുവന്നു. നമ്മൾ ആ പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്, അത്രയുള്ളൂ. ഇനി മൂന്നാമത്തേത് നാച്ചുറലിസം അഥവാ പ്രകൃതിവാദം. ഇതനുസരിച്ച് നമ്മുടെ പ്രപഞ്ചം വെറുമൊരു യാദൃശ്ചികതയാണ്. ധാർമ്മികതയോ അത് നമ്മൾ അതിജീവിക്കാൻ വേണ്ടി പരിണാമം തന്ന ഒരു തോന്നൽ മാത്രം, അല്ലാതെ അതിന് ശരിക്കും ഒരു അടിസ്ഥാനമൊന്നുമില്ല. അപ്പോൾ ഈ തെളിവുകളും ഈ സിദ്ധാന്തങ്ങളുമൊക്കെ നമ്മളെ ഒരു ലളിതമായ ഉത്തരത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, മറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അവസാനിക്കാത്തൊരു ചോദ്യത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ ഈ നിലനിൽപ്പ് അതൊരു കോസ്മിക് യാദൃച്ഛികതയാണോ? അതോ കണ്ണുക കാണാത്ത കോടിക്കണക്കിന് പ്രപഞ്ചങ്ങളിൽ ഒന്നു മാത്രമാണോ നമ്മുടേത്? അതുമല്ലെങ്കിൽ ഇതെല്ലാം വളരെ കൃത്യമായൊരു പ്ലാനിന്റെ, ഒരു ഡിസൈനിന്റെ ഭാഗമാണോ? ഓരോ ഉത്തരത്തിനും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട്. അവസാനം ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരോടുമാണ്. പ്രപഞ്ചം നമുക്ക് മുന്നിൽ വെക്കുന്ന ഈ തെളിവുകളും നമ്മുടെ ഉള്ളിലെ ആ ധാർമ്മികതയുടെ ശബ്ദവും ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ്.